പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ സാധാരണ വിഷയത്തിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായൊരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നമ്മളെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ അതിദാരുണമായ ഒരു സംഭവത്തിൻ്റെ വേദന നമ്മളെല്ലാം അങ്ങനെ വല്ലാണ്ട് നമ്മുടെ മനസ്സിനെ നമ്മളങ്ങ് വിങ്ങി പൊട്ടുകയാണല്ലേ. അതായത് അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ്. ആ വിമാന ദുരന്തത്തിൽ 300 ചില്ലുവാനം പേരെ ദാരുണമായി മരണപ്പെട്ടു അല്ലേ. വിമാനത്തിലുണ്ടായിരുന്നവരും അതുകൂടാതെ യാത്രക്കാരും അതിലെ ഉദ്യോഗസ്ഥരും അല്ലാതെ ഈ വിമാനം ചെന്ന് പതിച്ച മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ താമസിക്കുന്ന കുട്ടികളും അവിടുത്തെ ജോലിക്കാരും ഒക്കെയായിട്ട് 300 ചില്ലുവാനം പേര് ദാരുണമായി മരിച്ചു. ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കേൾക്കുകയാണ്. കേട്ട സമയത്ത് നമുക്കുണ്ടായിരുന്ന മനസ്സിൻ്റെ ഞെട്ടൽ, അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെയാണ്, ന്യൂസിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് അവരുടെ ബന്ധുക്കളൊക്കെ നമ്മളെപ്പോലെ ഇരുന്നാണ് അത് കേട്ടത്. നമ്മളെപ്പോലെ ന്യൂസ് കണ്ട് ആണ് അവരറിയുന്നത്. ആ വേണ്ടപ്പെട്ടവർ മരിച്ച ആ മനുഷ്യരുടെ ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മളെ ഒരു പരിചയം ഒന്നുമില്ലാത്ത ആൾക്കാരായിട്ട് പോലും, നമ്മുടെ നാട്ടുകാരല്ലാത്തവർ, ബ്രിട്ടീഷ് പൗരന്മാരുണ്ട്, കനേഡിയൻസ് ഉണ്ട്, മറ്റു പല രാജ്യങ്ങളിലെ ആളുകളുണ്ട്, പിന്നെ ഇന്ത്യക്കാരുണ്ട്, പ്രത്യേകിച്ച് കേരളീയർ കുറച്ച് 2-3 പേര്. അങ്ങനെ ഉള്ള ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത് അല്ലേ. ആ വീടുകളിലെ, ആ ഓരോ കുടുംബങ്ങളിലെയും ഓരോ വ്യക്തിയുടെയും വേണ്ടപ്പെട്ടവരുടെ ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അരമണിക്കൂറിന് മുമ്പ് ജീവനോടെ ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന അവരുടെ എല്ലാമായിരുന്ന ആളുകളാണ് പെട്ടെന്ന് ഇവിടുന്ന് നമ്മളെ വിട്ടു പോയത്. എത്ര പേര് മരണപ്പെട്ടു, അത്രയും പേരുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാമാണ് അവിടെ കരിഞ്ഞു ചാമ്പലായത്. ഓരോരോ ചുറ്റുപാടുകളിൽ നിന്നും ഓരോരോ പ്രതീക്ഷകളോടുകൂടി അന്യദേശങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് പേരാണ്, പ്രത്യേകിച്ച് പ്രവാസികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാമെല്ലാം. അവർ സത്യത്തിൽ നമുക്ക് വേണ്ടിയും കൂടാണ് പോയിരിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് പോലും ഈ പ്രവാസികളാണെന്നറിയാമല്ലോ. അപ്പോൾ ഈ വിദേശത്തേക്ക് പോയി ജോലി നോക്കുന്ന ഓരോ വ്യക്തിക്കും ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ സാമാന്യം മര്യാദയ്ക്കുള്ളൊരു ശമ്പളവും സെറ്റപ്പും ജീവിത രീതിയും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ആരും വിദേശത്തേക്ക് പോകില്ല. കാരണം നമ്മുടെ നാട് സ്വർഗമാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്നവരവിടെ സുഖിച്ചല്ല ജീവിക്കുന്നത്, ദുരിതപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നിവൃത്തികേട് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഓരോ രാജ്യത്തു നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നത് ജോലിക്ക് വേണ്ടി. ആ സാഹചര്യത്തിൽ പെട്ടെന്നിങ്ങനൊരു ദാരുണമായ മരണം ഉണ്ടാകുകയും അതിൽ നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ കൺമുമ്പിൽ ഉള്ള ഒരു കുട്ടി, പത്തനംതിട്ടക്കാരിയായ ഒരു രഞ്ജിത നായർ, ആ കുട്ടി അതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ വിവരം അറിഞ്ഞ് ആ വീട്ടിലുണ്ടായ അവസ്ഥ, ആ കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും ഒക്കെ അതിദാരുണമായ കരച്ചിൽ നമ്മളുടെയൊക്കെ ഹൃദയം പിടിച്ചുലച്ചു.
ഈ ദുഃഖവാർത്ത ഫേസ്ബുക്കിലൊക്കെ എങ്ങനെ ആളുകളെ കണ്ടോളൻസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഈ രഞ്ജിത എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച്, ഈ സഹോദരിയെക്കുറിച്ച് വളരെ മോശമായൊരു കമൻറ്റ് ഫേസ്ബുക്കിലിട്ടു. ഒരു 3-4 കമൻറ്റുകൾ ആലോചിച്ച് നോക്കൂ. അത് മെയിനായിട്ട് ജാതീയമായൊരു അധിക്ഷേപമായിരുന്നു. മരിച്ച ആ ശരീരത്തോട് പോലും, അത് ഇങ്ങനെ മരിച്ച ഒരു ശരീരത്തോട് പോലും ഒരു നീതി കാട്ടാതെ, ഒരു മനസാക്ഷിയില്ലാതെ ഒരു നരാധമൻ, അതും നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ. ആലോചിച്ച് നോക്കൂ. ജാതിവർഗനായ ഒരു പിശാച്, ഒരു കഴുകൻ, അവനെ മനുഷ്യൻ്റെ കൂട്ടത്തിൽ കൂട്ടമുള്ള കഴുകൻ ഇങ്ങനെ ചില കമൻറ്റുകൾ ഇട്ടു. അത് ജാതി അധിക്ഷേപം ആണ് മെയിനായിട്ട് കണ്ടത്. ഇങ്ങനെ ദാരുണമായ ഒരു അവസ്ഥയിലും ജാതിയും മതവും പറഞ്ഞ് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് എത്ര ദയനീയമായ അവസ്ഥയാണ്, നീചമായ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് എല്ലാ നാട്ടിലും തന്നെ, ഒരു വ്യക്തിയെക്കുറിച്ച് അതുവരെ മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും, ഇത് ഈ കുട്ടിയെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായമില്ല, അറിയുക പോലില്ല നമുക്ക് ആർക്കും. നമ്മുടെ സമീപത്തൊക്കെയുള്ള ചില ആളുകളെക്കുറിച്ച് നമുക്ക് ചില മോശമായ അഭിപ്രായങ്ങളും അവരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ആളിൻ്റെ ശരീരത്തോട് ഇങ്ങനെയുള്ള അധിക്ഷേപം കാണിക്കുകയില്ല. അതുവരെ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിച്ചിരുന്നവരും ഒക്കെ പറഞ്ഞാലും നല്ലൊരു മനുഷ്യനായിരുന്നു, പാവം പോയി എന്നേ പറയൂ. ഇത് നോക്കൂ, ഇത്രയും അതിദാരുണമായ ഒരു സംഭവം നടന്നിട്ട് ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ടും സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടും ഈ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടിരിക്കുന്നു. ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ് പോസ്റ്റ്. എന്നിട്ടോ അതിലും പരമായിട്ട് കുറേ എണ്ണം അതിൻ്റെ താഴെയൊക്കെ വന്ന് ലൈക്കും കമൻറ്റും ഇട്ടിട്ട് പോയിരിക്കും. ഇവനോട് ചേർന്ന് നിന്നുകൊണ്ട് കുറച്ച് പേര് പിന്നെ ലൈക്കും കമൻറ്റും ഇട്ടിരിക്കുന്നു. ഇവന് കൊടുക്കുന്ന അതേ ശിക്ഷ അവർക്കും കൊടുക്കണം സത്യത്തിൽ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നിലവിളി വരുന്നു. നിസ്സഹായരായ 2 പിഞ്ച് കുഞ്ഞുങ്ങൾ, രോഗിയായ ഒരമ്മ, മാരകമായ രോഗമുള്ള അമ്മ, അച്ഛൻ ഇല്ലാത്ത മക്കൾ. ആലോചിച്ച് നോക്കൂ. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ കുടുംബം സംരക്ഷിക്കുന്നതിന് വേണ്ടി വിദേശത്ത് പോയി ജോലി ചെയ്തതിനെ പരാമർശിച്ചിരിക്കുന്ന എത്ര പരിതാപകരമായ നീചമായ കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്കൂ. നമ്മുടെ സാക്ഷര കേരളത്തിൽ എല്ലാവരും ജാതി മത വ്യവസ്ഥകളൊക്കെ മറന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഭരണഘടന എപ്പോഴും സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷയാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്ക് വളരെയധികം ശിക്ഷ നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഇത് ഭരണഘടനയെ പോലും ലംഘിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. എത്ര പരിതാപകരമായ അവസ്ഥ. ഈ വ്യക്തി ആലോചിച്ച് നോക്കൂ. ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരുപാട് ലേഡീസ് കാണുമല്ലോ, സ്ത്രീകൾ കാണുമല്ലോ. അവരോടൊക്കെ എത്ര മോശമായിട്ടായിരിക്കും പെരുമാറിയിരുന്നത്. പ്രത്യേകിച്ചും ജാതീയമായിട്ടും അല്ലാതെയും ഒക്കെ എത്ര അധിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കും, എത്ര ഹരാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും അവരെ. ഇപ്പം ഇയാളെ ഏതായാലും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ടൊരു ആക്ഷൻ എടുത്തു, സസ്പെൻഡ് ചെയ്തു, അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി. വളരെ ശ്ലാഘനീയമായൊരു തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട്, സഹാവിനോട് പ്രത്യേകം അഭിനന്ദനം, താങ്ക്സ് രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇതിന് 1 മാസം മുമ്പേ നമ്മുടെ മുൻ MLAയും ഇപ്പോഴത്തെ മന്ത്രിയുമായ ചന്ദ്രശേഖരൻ സാറിനെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചിട്ട് ഇവൻ സസ്പെൻഷനിലായിരുന്നാണ്.
നോക്കൂ, ഈ സസ്പെൻഷൻ എന്ന് പറയുന്നൊരു ശിക്ഷാ നടപടിയേ അല്ല. വീട്ടിൽ സുഖമായിരുന്നിട്ട് തിരിച്ചു വന്ന് ഉയർന്ന കസേരയിലിട്ട് കയറിയിരിക്കാനുള്ള ഒരു സന്ദർഭമാണ്. സസ്പെൻഷനിലിരിക്കുമ്പോഴും അലവൻസ് ഉണ്ട്, വീട്ടിൽ സുഖമായി ഇരിക്കാം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫുൾ സാലറി ഒന്നിച്ച് ബൾക്കായിട്ടൊരു എമൗണ്ടും കിട്ടും. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും സർക്കാർ സർവീസിൽ തുടരാൻ അനുവാദം കൊടുക്കാതിരുന്നാൽ മേലിൽ മറ്റുള്ളവന്മാർ ഇതുപോലൊന്നും തുടരുകയില്ല. ഇതുപോലുള്ള ഒരുപാട് എണ്ണമുണ്ട്. ഓഫീസുകളിലും സർക്കാർ ഓഫീസിൽ ഈ തഹസീൽദാരെന്നൊക്കെ പറയുന്നവനൊക്കെ ഉണ്ടല്ലോ, ഇവനെപ്പോലുള്ള കുറേ എണ്ണങ്ങളുണ്ട്. ആളുകൾ ചെന്നാൽ ഒരു ജോലിയും ചെയ്യില്ല ഇവന്മാർ, ആളുകൾക്ക് ഒരു സഹായവും ചെയ്യുകയില്ല. നമ്മുടെ നികുതിപ്പണം എടുത്താണ് ഇവന്മാരുടെ ശമ്പളം പറ്റുന്നത്. അതും തിന്നു കൊഴുത്തിട്ട് ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഇങ്ങനെ ചില തസ്തികകളുണ്ട്. ഈ തസ്തികകൾ ഒരു കണക്കിനൂടെ ആവശ്യമില്ലാത്തതാണ്. ഒരു പണിയും ചെയ്യില്ല, അങ്ങ് നടന്നോളൂ, സീറ്റിലും കാണില്ല ഒരിക്കലും. ഈ ദിവസം ഇവൻ മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു അത്രേ. മദ്യപിച്ചാണ് ജോലിക്ക് പോയിരിക്കുന്നത്. ഇവനെയൊക്കെ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളുമോ? സസ്പെൻഷൻ ഒരു സംരക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള അധമന്മാരെ ഒരിക്കലും ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചെടുക്കരുത്. ഇത്രയും നിന്ദ്യമായ നീചമായ ഒരു ജാതിയെ പ്രത്യേകം എടുത്തു കാണിച്ച് ആ ജാതിയിലുള്ളവർക്കൊക്കെ അവിടെ ജീവിക്കണ്ടേ? പൂർവികന്മാരോരോ ജാതി കൽപ്പിച്ച് വെച്ച് പോയി, നമ്മൾ അതിലങ്ങ് ജനിച്ചു പോയി. അത് നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റല്ല, നമ്മൾ ഓരോ ജാതിയിൽ ജനിച്ചത് അല്ലേ? അപ്പോൾ ഈ ജാതീയമായ അധിക്ഷേപം മാത്രമല്ല, ആ സമൂഹം, ആ സമുദായത്തിലെ സ്ത്രീകൾ മുഴുവൻ പുറം രാജ്യത്തിലേക്ക് ജോലിക്ക് പോകുന്നതും നാട്ടിൽ ജോലി ചെയ്യുന്നതൊക്കെ മഹാവൃത്തികെട്ട രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു സ്ത്രീയോടോ ഒരു വിഭാഗത്തിലെ സ്ത്രീകളോടോ അല്ലിത്. സ്ത്രീവർഗത്തെ മുഴുവൻ അധിക്ഷേപിക്കുകയായിരുന്നു ഈ വൃത്തികെട്ട മനുഷ്യൻ ചെയ്തത്. ഇയാൾക്കൊരമ്മയില്ലേ? ഇയാൾക്കൊരു സഹോദരിയില്ലേ? ഒരു ഭാര്യയില്ലേ? കുഞ്ഞുങ്ങളില്ലേ? ഇവരൊക്കെ ഒരു കണക്കിന് ഇയാൾ അവരോടൊക്കെ ഈ രീതിയിലായിരിക്കും ഇവരെ പെരുമാറുന്നത്. എനിക്ക് പരിതാപകരമായി തോന്നി. ഇയാളുടെ അണ്ടറിൽ വർക്ക് ചെയ്ത് ലേഡീസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിലെ ആളുകൾക്ക്, വേണ്ടപ്പെട്ടവർക്ക്, പിഞ്ചു മക്കൾക്ക്, പിഞ്ചു കുഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം, ഫോൺ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അമ്മൂമ്മേ, അമ്മയുടെ ആണെങ്കിൽ എനിക്ക് തരൂ, എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ടെന്ന്. കാരണം അവർ അന്ന് പോയി അവിടെ എത്തേണ്ട നേരം ആകുന്നല്ലേ ഉള്ളൂ. അപ്പം ചെന്ന ഉടനെ അമ്മ വിളിച്ചാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കഷ്ടം. എന്നിട്ട് ആ അമ്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലത്തെ ഒരവസ്ഥ, ആ മകൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കേ. എനിക്ക് 2 കുഞ്ഞുങ്ങളെ ആ അമ്മയും കൂടെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയി. അത് ഓരോ മലയാളിയുടെയും ഹൃദയം പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കഴുകൻ, വൃത്തികെട്ട തെണ്ടി, എനിക്ക് ഇങ്ങനത്തെ ഒരു വാക്കും ഇത്ര നാൾ നിങ്ങൾ കേട്ടിട്ടില്ല. സോഷ്യൽ മീഡിയ, എൻ്റെ യൂട്യൂബിലൊന്നും ഞാൻ ഉപയോഗിച്ച് ഇത് പറയാൻ നിവൃത്തിയില്ല. ഹൃദയം അത്രയ്ക്കങ്ങ് നുറുങ്ങുന്നു. അപ്പോൾ ഇവൻ ഇനിയും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇവനെ അഴിക്കുള്ളിൽ തന്നെ ഇരിക്കണം, അവിടെ കിടന്നോട്ടെ. ജയിലിൽ നിന്ന് ഇവനെ പുറത്തിറക്കാൻ പാടില്ല. ഒരു പക്ഷേ ഇവനെ പുറത്തിറക്കിയാൽ ഇവനെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞ് കൊല്ലണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇവനെ പൊതുജനം കല്ലെറിഞ്ഞ് ഇവനെ കൊല്ലണം. അതേ ഉള്ളൊരു ശിക്ഷ. ഏതായാലും ഇങ്ങനെ ദാരുണമായ ഈ അവസ്ഥയിൽ മരണപ്പെട്ട എല്ലാ സ്വദേശികളും വിദേശികളുമായ സഹോദരങ്ങൾക്കും നമ്മുടെ രഞ്ജിതയ്ക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആ ദുഃഖം താങ്ങാനുള്ള സഹനശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരുപാട് മെഡിക്കൽ കോളേജിലെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് അതിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്ത കുഞ്ഞുങ്ങൾ പോലും മരിച്ചിരിക്കുന്നു. ചിന്തിച്ചതൊക്കെ ഒരു നിമിഷമേ ഉള്ളൂ. നമ്മുടെ ജീവിതമൊക്കെ നൈമിഷികമാണ്.
ഇതൊന്നും ആലോചിക്കാതെ ഫേസ്ബുക്കിലൊക്കെ വന്ന് ഓരോരുത്തന്മാരിങ്ങനെയൊക്കെ എഴുതി വിടുന്നത്. എന്നിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ കുറേ അവന്മാർ ഇതിനെ അനുകൂലിച്ച് പോസ്റ്റ് കമൻ്റ് ഇട്ടിരിക്കുക. ഇവരെല്ലാം ശിക്ഷിക്കണം, അതാണ് ഞാൻ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിയവാസം എഴുതി വിടാമെന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. പിന്നെ ഈ ഒരുത്തന് തക്ക ശിക്ഷ കൊടുത്താൽ, ഇങ്ങനത്തെ ഒരുപാട് അവന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തത് സമൂഹത്തിൽ. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുന്നില്ല, ജാതീയമായ പിന്നെ പകപോക്കലുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ എതിരായിട്ട് ഇവന് ശിക്ഷ കിട്ടിയ ബാക്കിയൊക്കെ അടങ്ങും. പിന്നെ ഞാൻ പ്രത്യേകിച്ചും ആയുസ്സിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരൻ്റെ ആരോഗ്യനില മെച്ചപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടട്ടെ. ഈ ദുരന്തത്തിൽ ഇല്ലാതായി തീർന്ന എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് ഇത് സഹിക്കാനുള്ളൊരു സഹനം, ഒരു ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മനസ്സങ്ങ് വല്ലാണ്ട് വേദനപ്പെടുകയാണ് ഇപ്പോഴും. ഓരോരുത്തരും നോക്കൂ, സോഷ്യൽ മീഡിയയിലായാലും എവിടെയായാലും എല്ലാവരും ഇതിനെ, ഈ നരാധമനായിട്ടുള്ള ഈ പവിത്രൻ, അവൻ്റെ പേര് പവിത്രൻ, അവനാര് പവിത്രൻ എന്ന് പേരിട്ടോ, പവിത്രമായ കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് പവിത്രൻ. ഈ പവിത്രൻ എന്ന് പറയുന്ന വൃത്തികെട്ട പിശാചിന് പിന്നെ അവൻ്റെ ആ പോസ്റ്റിന് എതിരായിട്ട്, അവൻ്റെ പ്രവണതയ്ക്കെതിരായിട്ട്, അവൻ്റെ സ്വഭാവം, അവൻ്റെ ഈ സമൂഹത്തിൽ അവൻ്റെ രീതിക്കെതിരായിട്ട് എല്ലാവരും പ്രതികരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു വേദന കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി എന്നല്ല, പറഞ്ഞു. ഇതിലാർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മോശമായ വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ വികാര വിക്ഷോഭം കൊണ്ട് പറഞ്ഞു പോയതാണ്. പവിത്രന് ആ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള അവസരം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ നിയമം അതിനെ അനുവദിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ആ അമ്മയ്ക്ക് ഇതൊക്കെ സഹിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആസ് എ ടീച്ചർ, ആസ് എ മദർ, ആസ് എ ലേഡി വുമൺ എന്ന സ്ഥിതിയിൽ എന്ന നിലയ്ക്ക് ഞാൻ ഇത്രയും പറഞ്ഞു. എൻ്റെ ഈ വാക്കുകളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.